നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. യുദ്ധത്തിന് ചരട് വലിക്കുന്നത് അമേരിക്ക. ലക്ഷ്യം മൂന്നാം ലോക മഹായുദ്ധമോ? സംഘർഷം കൊണ്ടുണ്ടാക്കിയ നേട്ടങ്ങളുടെ കണക്ക് ഇനിയും കൂട്ടാനുള്ള പരോക്ഷമായ ശ്രമം മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യം. ലെബനനിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകവേ സർവ്വസന്നാഹങ്ങളുമായി മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള അന്തിമ ശ്രമമാണ് അമേരിക്ക ഇപ്പോൾ നടത്തുന്നത്. ലെബനനിൽ അധിനിവേശം നടത്തുന്നതിന് സജ്ജരാകാൻ ഇസ്രായേലിന്റെ സൈനിക മേധാവി സൈനികർക്ക് നിർദ്ദേശം നൽകിയതോടെ പശ്ചിമേഷ്യയിലെ അശാന്തി ഇനിയും വർദ്ധിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. അമേരിക്കയുടെ നീക്കങ്ങളിൽ പോലും അത് വ്യക്തമാണ്. ഹിസ്ബുള്ളയ്ക്കെതിരായ വ്യോമാക്രമണം സമ്പൂർണ്ണ അധിനിവേശത്തിലെ പര്യവസാനിക്കൂ എന്ന കടുംപിടുത്തത്തിലാണ് ഇസ്രായേൽ. ലെബനൻ തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കരയുദ്ധത്തിലേക്കുള്ള ഇസ്രായേലിന്റെ നീക്കം യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇതിനായി ഡസൻ കണക്കിന് സൈനികരെയാണ് അമേരിക്ക സൈപ്രസിലേക്ക് വിന്യസിച്ചിരിക്കുന്നത്. പ്രദേശത്തെ അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പല രഹസ്യ പദ്ധതികളും സൈപ്രസിലെ അമേരിക്കൻ സൈനികർ നടത്തി വരുന്നുണ്ട്. എന്നാൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തും ഇസ്രായേലിന് സമ്പൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്തുമുള്ള അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയം ഇനിയും ലോകരാജ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. 40,000 അമേരിക്കൻ സൈനികരെയാണ് നിലവിൽ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ മിഡിൽ ഈസ്റ്റിലേക്ക് എത്ര അമേരിക്കൻ സൈനികരെ ഇനിയും അയക്കുമെന്നതിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ഇതുവരെ പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാട്രിക് റൈഡർ പങ്കുവച്ചിട്ടില്ല. അമേരിക്കൻ സൈനികർക്ക് മിഡിൽ ഈസ്റ്റിൽ എന്ത് ഉത്തരവാദിത്തമാണ് നൽകുകയെന്നതും കണ്ടുതന്നെ അറിയണം. എന്നാൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ USS ട്രൂമാനും 2 ഡിസ്ട്രോയറുകളും ഒരു ക്രൂയിസറും വിർജീനിയയിലെ നോർഫോക്ക് നേവൽ ബേസിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ മറ്റൊരു വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ നിലവിൽ ഒമാൻ ഉൾക്കടലിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തിലും അമേരിക്കയ്ക്ക് ഒരേ സമയം 2 വിമാനവാഹിനി കപ്പലുകൾ വിന്യസിക്കാൻ സാധിക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ. അതായത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് അമേരിക്കയും കച്ചമുറുക്കി കഴിഞ്ഞു എന്ന് സാരം. അതേസമയം ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് യമനും രംഗത്ത് വന്നു കഴിഞ്ഞു. എന്നാൽ തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം മിസൈൽ ആക്രമണത്തെ പ്രതിരോധിച്ചതായി ഇസ്രായേലിന്റെ പ്രതിരോധ സേന അവകാശപ്പെടുന്നു.